CRPF ക്യാമ്പ് ആക്രമിച്ച കേസിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ UAE ഇന്ത്യക്ക് കൈമാറി. 2017-ൽ ജമ്മു കശ്മീരിലെ CRPF ക്യാമ്പ് ആക്രമിച്ച് 5 സൈനികരെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന ആസൂത്രകനെ UAE ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ നിസാർ അഹമ്മദിനെയാണ് കൈമാറിയിരിക്കുന്നത്. നടപടിയുണ്ടായിരിക്കുന്നു. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ച ശേഷം ഇയാളെ NIAക്ക് കൈമാറുകയായിരുന്നു. നിസാറിനെതിരെ NIA കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 2017 ഡിസംബറിലാണ് ലത്പോറയിലെ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. 3 ഭീകരരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ വർഷം ആദ്യമാണ് ഇയാൾ UAEയിലേക്ക് കടന്നത്. ജെയ്ഷെ ഡിവിഷണൽ കമാൻഡർ നൂർ താന്ത്രയുടെ സഹോദരനാണ് ഇയാൾ. 2017-ൽ കശ്മീർ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ നൂർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായ തിരച്ചിലാണ് നിസാർ അഹമ്മദിനായി നടത്തിയതെങ്കിലും പലപ്പോഴായി NIAയുടെ കണ്ണുവെട്ടിച്ച് ഇയാൾ കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ആ വിജയം ഫലം കാണുകയാണ്. UAE ഇന്ത്യക്ക് ഏറ്റവും ഒടുവിൽ ആ കൊടും ഭീകരനെ കൈമാറിയിരിക്കുന്നു. ഇതോടുകൂടി പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ബലാക്കോട്ട് വലിയ തിരിച്ചടി നൽകിയ ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടുകൾ വിജയം കാണുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഇപ്പോൾ CRPF ക്യാമ്പ് ആക്രമിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ UAE ഇന്ത്യക്ക് കൈമാറിയതിലൂടെ വന്നിരിക്കുന്നത്. 2017-ലാണ് ജമ്മു ക്യാമ്പ് ആക്രമിച്ച് 5 സൈനികരെ കൊലപ്പെടുത്താൻ പ്രധാന ആസൂത്രകനായി നിസാർ അഹമ്മദ് തയ്യാറാക്കിയത്. ഒരുപാട് പദ്ധതികളാണ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ നിസാർ അഹമ്മദ് വലിയൊരു മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു. ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ച് പലപ്പോഴായുള്ള പല ആക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളുടെ തലച്ചോറുണ്ട് എന്ന് NIA പലപ്പോഴായി കണ്ടെത്തിയിരുന്നു. പലതവണ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തി കൂടിയാണ് ഇയാൾ. 2017-ലാണ് നാടിനെ നടുക്കിക്കൊണ്ട് ലത്പോറയിലെ സൈനിക ക്യാമ്പിന് നേരെ നിസാർ അഹമ്മദ് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത്. 3 ഭീകരരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും സൈനികരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നു. മാത്രമല്ല, ജെയ്ഷെ കമാൻഡർ നൂർ താന്ത്രയുടെ സഹോദരനാണ് ഇയാളെന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. 2017-ൽ കശ്മീർ താഴ്വരയിലുണ്ടായ ആക്രമണത്തിൽ നൂർ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിലും നിസാർ അഹമ്മദ് മുങ്ങി നടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ UAEയിൽ പിടിവീണതിന് ശേഷം ഇപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ ആ കൊടും ഭീകരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിർണായകമായ നയതന്ത്ര നീക്കങ്ങൾ അത് വിജയം കണ്ടിരിക്കുന്നു. UAE തുടക്കം മുതൽ തന്നെ ബലാക്കോട്ട് ഇന്ത്യ തിരിച്ചടിച്ചപ്പോഴും പുൽവാമ ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായപ്പോഴുമൊക്കെ ഇന്ത്യ എടുത്ത നിലപാടുകളോട് അനുകൂലമായാണ് UAE നിലകൊണ്ടത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധമാണ് UAE ഭരണകൂടം നിലനിർത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ്. ജെയ്ഷെ താവളങ്ങൾ ഒന്നൊന്നായി ലോകത്ത് തന്നെ പിടിമുറുക്കുമ്പോൾ അതിനെയൊക്കെ വേരോടെ അറുത്തുമാറ്റാൻ വലിയ ശ്രമങ്ങൾ രാജ്യാന്തര തലത്തിൽ തന്നെ നടക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ട ആ ഭീകരനെ ഇന്ത്യക്ക് തന്നെ കൈമാറിയതിലൂടെ UAE ചെയ്തിരിക്കുന്നത്.